അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പല ആളുകൾക്കുള്ള സംശയമാണ്, സുന്നത്തായ നോമ്പിനോട് കൂടെ റമദാനിൽ നിന്നൊക്കെ ഖളായി പോയ ഫറളായ നോമ്പിന് നിയ്യത്ത് വെക്കാൻ പറ്റുമില്ല എന്നൊക്കെ. അതിന് പറ്റിയൊരു അവസരം കൂടിയാണ് ഇപ്പോൾ. കാരണം ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് മിഅ്റാജിന്റെ നോമ്പ്. 27 രാവ് തിങ്കളാഴ്ച രാത്രിയായിരിക്കും. വളരെ പവിത്രമാക്കപ്പെട്ട രാവാണത്. ഇസ്രാ മിഅ്റാജ് നടന്ന രാത്രി, നമുക്ക് നിസ്കാരം ഫറളാക്കപ്പെട്ട രാത്രി. അപ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് നിയ്യത്ത് ചെയ്യേണ്ടതൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാം. ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റായൊക്കെ രേഖപ്പെടുത്തുക. ആദ്യമായി എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാം. മിഅ്റാജിന്റെ നാളത്തെ സുന്നത്ത് നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം. മിഅ്റാജിന്റെ നാളത്തെ സുന്നത്ത് നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. ഈ മിഅ്റാജിന്റെ നോമ്പിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് 60 മാസം നോമ്പനുഷ്ഠിച്ച കൂലിയാണ് ഈ ഒരു ദിവസം നോമ്പ് നോറ്റാൽ. പിന്നെ എങ്ങനെയാണ് ഫർളായ നോമ്പിന്റെ നിയ്യത്ത് ഇതിനോട് കൂടെ വെക്കുക? അപ്പോൾ അതുകൂടെ ഞാൻ പറയാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. റമദാനിൽ നിന്നും ഖളാ ആയി പോയ ഫർളായ നോമ്പിനെ നാളത്തെ മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പോടുകൂടെ ഞാൻ നോറ്റുവീട്ടുവാൻ കരുതി. ഒന്നുകൂടെ പറയാം. റമദാനിൽ നിന്നും ഖളാ ആയി പോയ ഫർളായ നോമ്പിനെ നാളത്തെ മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പിനോട് കൂടെ ഞാൻ നോറ്റുവീട്ടുവാൻ കരുതി എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഫർളായ നോമ്പുകൾക്ക് നാം നിയ്യത്ത് ചെയ്യേണ്ട സമയം രാത്രിയാണ്. സുബ്ഹിക്ക് മുമ്പായിട്ടാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. എന്നാൽ സുന്നത്തായ നോമ്പുകൾക്ക് നമുക്ക് ഉച്ചക്ക് മുമ്പായിട്ട്, ളുഹറിന് മുമ്പായിട്ട് നിയ്യത്ത് ചെയ്താലും മതിയാകും. പക്ഷേ അവിടെ ഒരു നിബന്ധനയുണ്ട്. സുബ്ഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന ഒരു കാര്യവും അവനിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാള് റമദാനിലെ ഖളായ നോമ്പ് കൂടെ ഇതിനോട് കൂടെ കരുതുന്നുണ്ട് എങ്കിൽ അവന് രാത്രിയിൽ നിർബന്ധമായും നിയ്യത്ത് ചെയ്യണം. അറിയാതെ ഉറങ്ങിപ്പോയി അങ്ങനെ രാവിലെ നിയ്യത്ത് ചെയ്യുകയാണ് എങ്കിൽ സുന്നത്തായ നോമ്പ് മാത്രമേ അവനിക്ക് കരുതാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ എഴുതിയാൽ മതി, ഞാൻ അതിന് റീപ്ലൈ നൽകാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളിൽ സംശയമുണ്ട് എങ്കിൽ, ഏതെങ്കിലും വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്തിയാൽ വരും ദിവസങ്ങളിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹ് അമലായി സ്വീകരിക്കുമാറാകട്ടെ. വളരെ പുണ്യമാക്കപ്പെട്ട രാവും പകലുമാണ് നമുക്ക് വരാനിരിക്കുന്നത്. മാക്സിമം അത് എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇബാദത്തുകൾ അധികരിപ്പിക്കുക. ദുആകളിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും സ്വാലിഹായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധങ്ങളെയും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെയും നീ കാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.